പിന്നെ ആ മലക്കുകൾ പോലും ഞെട്ടിപ്പോയത് തോയിഫിന്റെ രണാങ്കണമില്ലേ. തെണ്ടിപ്പിള്ളേര് കല്ലുപറക്കി എറിഞ്ഞെറിഞ്ഞു. നമ്മൾ ആലോചിക്കണം, നമ്മളൊരു പള്ളിയിലെ ഉസ്താദാണെങ്കിൽ ആരെങ്കിലും നമ്മളെ കുറിച്ച് അധിക്ഷേപം പറഞ്ഞാൽ, ഉസ്താദിനെ അടിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കെത്ര സങ്കടം വരും. നമ്മളൊരുപാട് സഹായം ചെയ്തു കൊടുത്തവരാണെങ്കിൽ ഒരുപാട് ദുഃഖം വരും. നമ്മളൊരു നാടിന്റെ നേതാവാണെങ്കിൽ, നമ്മളൊരു പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയി ഒരുപാട് സഹായം ചെയ്തു കൊടുത്തിട്ട് ജനങ്ങളൊക്കെ നമ്മൾ അധിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് സങ്കടം വരുമെങ്കിൽ തോയിഫിന്റെ രണാ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ മന്ത്രവുമായി കടന്നു വന്നപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളതാ കല്ലുകൾ കൊണ്ട്, കറുത്ത കല്ലുകൾ, തോയിഫിന്റെ മണ്ണിൽ കിടക്കുന്ന കല്ലുകൾ പെറുക്കി അല്ലാഹുവിന്റെ ഹബീബിന്റെ ദേഹത്തെറിയുകയാ. ആ ശരീരം മുറിഞ്ഞ് രക്തമൊഴുകി. അല്ലാഹുവിന്റെ റസൂൽ തളർന്നുപോയി. അല്ലാഹുവിന്റെ ഹബീബ് തളർന്നിരുന്നു. ഇരുന്നതെവിടെയാണ്? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തന്നെ ഒരു തോട്ടത്തിന്റെ ഭാഗത്താണ് ഇരുന്നത്. ആ സമയത്ത് ശത്രുക്കൾ വിചാരിച്ചു മുഹമ്മദ് പാവം, അവൻ തളർന്നുപോയി, അതുകൊണ്ട് അവൻ ഇസ്ലാമിന് ശത്രുവാണ് നമ്മളെങ്കിലും മുഹമ്മദ് നമ്മുടെയൊക്കെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ, അതുകൊണ്ട് മുഹമ്മദിന് കുറച്ച് മുന്തിരി കൊടുത്തു വിടാം. വളർന്നിരിക്കല്ലേ തോയിഫിലെ, ഇച്ചിരി മുന്തിരി കൊടുത്തു വിടാം. അങ്ങനെ കുറെ മുന്തിരി കൊണ്ട് ഒരാൾ ചെന്നു. ഒരു അടിമ മുഹമ്മദിന്റെ കയ്യിലേക്ക് മുന്തിരി കൊണ്ട് കൊടുത്തപ്പോ മുഹമ്മദ് അടിമയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ എന്നെ എറിഞ്ഞ കുട്ടികൾക്ക് ഇങ്ങനെ വീതം വെച്ചു കൊടുക്കും. എന്നെ എറിഞ്ഞ കുട്ടികൾക്ക് ഈ മുന്തിരി വീതം വെച്ചു കൊടുക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് നിറകണ്ണുകളോടെ ആ അടിമയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും പറഞ്ഞതല്ലേ, എനിക്കെന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെട്ടുകൊണ്ട് നിനക്കെങ്കിലും വിശ്വസിച്ചുകൂടെ? ത്വാഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുള്ളാഹേ തൊയ്ബ പദീൻ ജീവേ തൗഹീദൊളി നീലാവേ അർശിനും കുർസിനും അധിപതിയുടയുടെ ഹസനത്ത് ഉലകത്തിലുരച്ചപുവേ. അർശിനും കുർസിനും അധിപതിയുടയുടെ ഹസനത്ത് ഉലകത്തിലുരച്ചപുവേ. ത്വാഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുള്ളാഹേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണീര് കണ്ട് വാനലോകത്തിൽ നിന്ന് പറന്നിറങ്ങുന്നു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ അങ്ങൊരു വാക്ക് പറഞ്ഞാ മതി നബിയേ, അങ്ങൊരു വാക്ക് പറഞ്ഞാ മതി നബിയേ. ഈ തോയിഫിന്റെ ജനങ്ങളെ മുഴുവനും ഈ രണ്ടു പർവ്വതത്തിനിടയിൽ വെച്ചിട്ട് ഞാനങ്ങ് ഞെരുക്കി കൊന്നുകളയാ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അവർക്ക് നീ പുറത്തു കൊടുക്ക് പടച്ചവനെ, അവർക്ക് അറിവില്ല.